സുഹൃത്തുക്കളെ, ഞാൻ അഷ്റഫ് പട്ടാമ്പി. ഞാനും എൻ്റെ ഒരു 3 സുഹൃത്തുക്കളും പാടെ പട്ടാമ്പിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് വന്നതാണ്. ചെറിയൊരു ട്രിപ്പ്, ഒരു ട്രാവൽ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിലേക്ക് വന്നിരിക്കുകയാണ്. കോന്നിയിൽ ആനക്കുട്ട കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കേരള വനം വകുപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇക്കോ ടൂറിസത്തിലേക്ക് അതിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ബാക്കി അതിനകത്ത് കയറിയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. സുഹൃത്തുക്കളാണ്. ഇത് ബഷീർ. ഇത് എടാ, നിൻ്റെ പേരെന്താ? ബാബു. പിന്നെ ഷൂട്ട് ചെയ്യുന്നത് ഹുസൈനുദ്ദീൻ പട്ടാമ്പിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുകയാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഞായറാഴ്ചയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പട്ടാമ്പിയിൽ നിന്ന് 4/4/2025 രാത്രി 11:30 മണിക്ക് പട്ടാമ്പിയിൽ നിന്ന് കയറിയിട്ട് പത്തനംതിട്ടയിൽ പുലർച്ചെ 5 മണിക്കാണ് എത്തിയത്. അവിടെ സ്റ്റേ ചെയ്തു, രാത്രി സ്റ്റേ ചെയ്ത് ഇപ്പോൾ കോന്നിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള കാഴ്ചകൾക്ക് ഞങ്ങളിങ്ങനെ ഇറങ്ങുന്നേ ഉള്ളൂ. ഒക്കെ കാണാൻ വേണ്ടിയില്ല. ടിക്കറ്റ് കൗണ്ടറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ 4 പേർക്കുള്ള ടിക്കറ്റ് 320 രൂപയാണ്. പേയ്മെൻ്റ് ഉള്ളൂ, ക്യാഷ് പേയ്മെൻ്റ് ഇല്ല കേട്ടോ. അവിടെ കോഡ് സ്ഥാപിതം 1942, കൊല്ലവർഷം 1117. ഉപയോഗിച്ച മരം കമ്പകാണ് കേട്ടോ. ആനക്കൂട്ടിൻ്റെ അളവ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ബാക്കി കാര്യം ഇതിൽ ആന ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ. കൂട് കണ്ടോ? കൂട് കാണിച്ചു കൊടുത്താ. ഇങ്ങോട്ട് വാ. ഗംഭീരാട്ടോ. ആനക്കൂട് പറഞ്ഞാൽ ഒരു 1.5 കൂടാണ്. ഇതിൽ തന്നെ ഇത് ഒരു കൂടല്ല. ഇത് 1, 2, 3, 4, 5, 6 കൂടുണ്ട് ഇതിനകത്ത്. ഈ ഒരൊറ്റ ഇതിന് 6 എണ്ണമാണ്. 6 ആനകളെ പറപ്പിക്കാനുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇതിലെന്തായാലും ആനല്ല. കുട്ടിയാനുണ്ട് കേട്ടോ. അവിടെ കുട്ടിയാനനെ കൂട്ടിലിട്ടിട്ടുണ്ട്. ആൾ കിടന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചുറ്റുകയാണ്. കൂട്ടിലിട്ടതിൻ്റെ ഒരു പരിഭവമാണെന്ന് തോന്നുന്നുണ്ട്. ആൾ ചെറിയ കുട്ടിയാണ്, ഒരു മാസങ്ങളായിട്ടുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ ആന ഉണ്ട്. ചെറിയ കുട്ടി ഇവിടെ ഒരു എലിഫൻ്റ് ആർട്ട് ഗാലറി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ആനകളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണാം നമുക്ക്. വുഡ് കൊണ്ടുണ്ടാക്കിയ കേട്ടോ. അതേപോലെ വൈക്കോല് കൊണ്ട് ഉണ്ടാക്കിയ ആനയുടെ രൂപമാണ്. അതുപോലെ മരത്തിൻ്റെ ചെറിയ പീസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്ലോത്ത് വിരിച്ചിട്ടുള്ളൊരു ഉണ്ട്. പിന്നെ മരം ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ചെറിയ കരകൗശല വസ്തുക്കളാണ് കേട്ടോ. ആനകളുടെ ഒരു ചെറിയൊരു വുഡ് കൊണ്ടുണ്ടാക്കിയ സംഭവമാണ്. ഒരു ചെറിയൊരു ഗാലറിയാണ്, കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ. 3D തിയേറ്റർ ഉണ്ട് കേട്ടോ. ഈ ആനക്കൂട്ടിൽ സേവ് ഫോറസ്റ്റ് പറഞ്ഞൊരു ഏരിയ ആണിത്. അപ്പോൾ അവിടെ 3D ആണ്. കുട്ടികൾക്കൊക്കെ ഉള്ളൊരു 3D സ്ക്രീൻ ഉണ്ട്. വരുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്തായാലും എല്ലാവരും വരിക, ഒന്ന് സന്ദർശിക്കുക. ഇവിടുത്തെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വന്നിട്ട് എല്ലാവരും ഒന്ന് കണ്ടുപോവുക. ഇവനാണ് ഈവ. വയസ്സ് 23 വയസ്സാണ്.
2003 ലഭിച്ചതാണ്. മലബാർ ഡിവിഷൻ കോടനാട് റേഞ്ചിൽ നിന്ന് ലഭിച്ചാണ്. അപ്പുറത്തെ നമ്മളൊരു കൂട് കണ്ടല്ലോ, ആനക്കൂട്, അവിടുന്ന് മെരുക്കിയിട്ട് ഇങ്ങോട്ട് ആക്കുന്നതാണ് കേട്ടോ. ഇവരൊരു മനുഷ്യന്മാരായിട്ട് ഒരു ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ആക്കുന്നതാണ്. ഇത് പ്രിയദർശിനി, വയസ്സ് 41, 1992 ലഭിച്ചാണ്. പാലക്കുഴിയിൽ നിന്നാണ് ലഭിച്ചത്, കോന്നി ഡിവിഷനിൽ നിന്ന്. അടുത്തത് മീന, വയസ്സ് 34. മണ്ണാറപ്പാറ റേഞ്ചിൽ നിന്ന് ലഭിച്ചതാണ്. 1991 ഇതിന് ലഭിച്ചത്. ഇവിടെ ആന കമ്മിയാണ്, നമ്മുടെ ഗുരുവായൂർ പോലൊന്നുമില്ല. ഇവിടെ മെരുക്കാൻ കൊണ്ടിരുന്ന ആനകളുള്ളൂ കേട്ടോ. കാരണം ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കിരുത്തിയ ആനകളാണ്, അതുപോലെ ഇവിടെ ആനകൾ ഉണ്ടാവില്ല. കാട്ട് താമരപ്പൂ വരുമ്പ ഇലക്കുറി ചാന്തം കൊണ്ടേ തിരുമുടി പൂവും കൊണ്ടേ ഇളവയിൽ നാളം പോൽ നീ എന്നെ പുൽകാൻ വാ. താമരപ്പൂ വരുമ്പ മ്യൂസിയം ഉണ്ട് കേട്ടോ. ഈ മ്യൂസിയം കൂടി കണ്ടിട്ടൊന്നാണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അകത്ത് കയറിയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പുറകിൽ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, കുട്ടികൾക്കൊക്കെ നേരമ്പോക്കിനുള്ളൊരു സംഭവമാണ്. കമോൺ. ആനയുടെ ഫോസിലാണ്, ചെറിയൊരു എക്സിബിഷൻ റൂമാണ് കേട്ടോ. ആനയുടെ ഫോസിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ ഇവിടെ ഈ ഭാഗത്ത് ആനനെ മെരുക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇതുണ്ട, കുറേ പഴക്കമുള്ള സംഭവങ്ങളാണ്. ഇത് കാണിച്ചു കൊടുത്താൽ കുറച്ച് മുള്ളൊക്കെ ആയിട്ടുള്ള കണ്ടോ. അവിടെ ഒരു ഫോൺ, ഈ തലൊന്ന് കാണിച്ചു കൊടുക്കും. ആനയുടെ ഒരു രൂപമാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ശില്പിയാണ്, എന്തായാലും ചെയ്ത വർക്ക് എന്തായാലും സൂപ്പറായിട്ടുണ്ട്. നല്ല ഒറിജിനലായിട്ട് തോന്നിക്കുന്നുണ്ട് ആന, കളർഫുള്ളായിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അങ്ങനെ ആനക്കൂട് കണ്ടു, ആനകളെ കണ്ടു, ആനകളെ മെരുക്കിയ 1-2 ആനകളെ കണ്ടു. ആന മ്യൂസിയത്തിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി വരുന്നത്. അവിടെ ഒരു വലിയ ആനനെ കണ്ടില്ല, അത് ഫൈബറിൻ്റെ ആനയാണ്, ഫൈബറായിട്ട് ഉണ്ടാക്കിയ ഒരു ശില്പി ഉണ്ടാക്കിയ ആനയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പുറത്ത് കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികളായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആനയുടെ സാമീപ്യം എല്ലായിടത്തും ഉണ്ട്, ഇതിനൊക്കെ ആന പോകുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് എത്തിക്കുക. ഓക്കെ, എന്നാൽ ഇവിടെ കണ്ടോ ഒരു മെറ്റലൈറ്റുള്ളൊരു ആനയാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും ഉണ്ട് ആനകളുടെ ഒരു ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ കേട്ടോ. ഗാർഡനിലൊക്കെ ആനകളുണ്ട്. ഓക്കെ, എന്നാൽ ബൈ ബൈ.